നിങ്ങൾ പഴയ വീടുകളൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണോ? എങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഈ പഴയ വീടുകൾ വിൽക്കാനിടുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അന്വേഷിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് വിൽക്കുന്നതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിൽക്കുന്നതാണോ? അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിതൊരു ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പറയുന്നതല്ല കേട്ടോ. ജനറലായിട്ടൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന കാര്യമാണ്. ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്, നോർമലാണ്, നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അയാൾ ഒരു വീട് വെച്ചു, അയാൾ ഒരു വലിയ എമൗണ്ട് കടം മേടിച്ചു, ബാങ്കിൽ ലോൺ അടക്കാൻ പറ്റാണ്ടാകുമ്പോൾ ജപ്തി വരും. അപ്പോൾ അത് വിൽക്കും. അത് നമുക്ക് മേടിക്കാം, കുഴപ്പമില്ല. കാരണം അയാൾക്ക് സാമ്പത്തികമായ ബാധ്യത ഈ ഇത്രയും വലിയ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് അയാൾ കടം വാങ്ങിയത് അയാളുടെ പ്ലാനില്ലായ്മ കൊണ്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷേ വേറെ ചില ആൾക്കാർ വീട് വിറ്റ് പോകുമ്പോൾ ദുരിതം കൊണ്ട് വീട് വിറ്റ് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ഈ സാമ്പത്തിക ബാധ്യതയുടെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് വീട് പണിതപ്പോൾ സാമ്പത്തിക ബാധ്യത ആയി എന്ന് പറഞ്ഞപ്പോൾ അവിടെയും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഇവൻ ഈ വീട് പണിതപ്പോഴാണ് സാമ്പത്തികമായി വന്നത്, അപ്പോൾ അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ അത് നമ്മൾ വ്യക്തമായി പരിശോധിക്കണം. അതെല്ലാം അങ്ങനെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ വേറൊരു കാറ്റഗറി ഉണ്ട്. വീടൊക്കെ പണിത് താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ വീട്ടിലുള്ളവർ രോഗികളാവുന്നു, അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ വരുന്നു. അതേപോലെ അവർക്ക് മൊത്തത്തിൽ അവർ കീഴ്പോട്ടേക്ക് പോകുന്നു. അത് വളർച്ചയില്ലാതെ നേരെ കീഴ്പോട്ടേക്ക് പോകുന്നൊരവസ്ഥ വരുമ്പോൾ ഇവർ പ്രശ്നമൊക്കെ നോക്കിക്കഴിയുമ്പോൾ വീടിൻ്റെ ദോഷമാണ്, ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വിറ്റ് പോകുമ്പോൾ വേറെ ആൾ മേടിക്കുകയാണ്, അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുമ്പോൾ ഒരാൾ മേടിക്കുകയാണ്. ആ വില കുറച്ച് കിട്ടുമ്പോൾ അയാൾ മേടിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇവൻ്റെ കർമ്മം കഴിഞ്ഞവൻ രക്ഷപ്പെട്ട് പോകുന്നു, അവൻ്റെ ഒരു ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവൻ അതിൽ കയറി പോകുന്നു. അപ്പോൾ വേറൊരുത്തൻ വന്ന് ഇതിനകത്തേക്ക് വീഴുന്നു എന്ന് വെച്ചാൽ അവൻ കർമ്മം അനുഭവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് താമസിക്കുന്നു അല്ലേ. നമ്മൾ അതിനങ്ങനെ വേണമെങ്കിൽ കാണാം. നമുക്ക് അത് പ്രകൃതിയുടെ തന്നെ ഒരു നിശ്ചയമായിട്ടും വേണമെങ്കിൽ കാണാം. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ റിയാലിറ്റി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, തോന്നാത്തവൻ പോയി ആ കർമ്മം കയറി എടുക്കും. പക്ഷേ അതിനെപ്പറ്റി തോന്നുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കും, പക്ഷേ അത് ഈ പറഞ്ഞ കാര്യത്തിൽ വല്ലതും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നല്ലോണം ചിന്തിച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വീട്ടിൽ സന്തോഷമായിട്ട് താമസിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ നല്ല ഉയർച്ചയുണ്ട്, നിങ്ങളുടെ ഇഷ്ടംപോലെ പൈസയും വന്നിട്ടുണ്ട്, നല്ല സമാധാനമൊക്കെ ഉണ്ടായിട്ടിരിക്കുന്ന ആൾക്കാർ കുറേ കഴിയുമ്പോൾ, അയ്യോ ഞങ്ങളുടെ വീട് കുഞ്ഞു വീടാണ്, ചിലപ്പോൾ ആപ്പാടെ 2 ബെഡ്റൂമൊക്കെ ഉണ്ടാവുള്ളൂ, അത് 4-5 പേര് ആ വീട്ടിലുണ്ടാവും, നമുക്കൊരു ഇത്തിരി സൗകര്യത്തിൽ നല്ലൊരു വീട്ടിലേക്ക് പോവാം എന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ പുതിയ വീട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും വളരെ വിലക്കുറവിൻ്റെ വീട്, അവിടെ വലിയൊരു വീട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ നമ്മളടുത്ത് വരെയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ സ്ഥലമുണ്ട്, ഒരു വലിയ ബംഗ്ലാവാണ്, ചെറിയ പൈസക്ക് കിട്ടുകയും ചെയ്യും, നമുക്കത് മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഈ അടുത്ത് വന്നൊരു കേസ്, ഒരു കേസല്ല 2-3 കേസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കേസിനകത്ത് ഇതേപോലെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതുപോലെ ആ വീട്ടിൽ ഇങ്ങനെ വീട് പണിതിട്ടൊരു 5-8 കൊല്ലം ആയിട്ടുള്ളൂ. പക്ഷേ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് ആ വീട് പണിതിന് ശേഷം. അവരുടെ വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തട്ടലും മുട്ടലും ഒക്കെ വൈകുന്നേരം നമുക്ക് കേൾക്കാം. ആ വീട്ടിൽ പണിത് കയറിയ ശേഷം അവർക്ക് വളർച്ച കീഴ്പോട്ടേക്കാണ്, വളരെ പ്രയാസപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഹീലിംഗ് ചെയ്ത് അവിടെ ഹൗസ് ഹീലിംഗ് ചെയ്ത് കൊടുത്തു, ഇവരുടെ 2 എനർജി ക്ലിയർ ചെയ്ത് കൊടുത്തു, ഭാര്യ ഭർത്താവിൻ്റെ എനർജി ക്ലിയർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഹൗസ് ഹീലിംഗ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട് കച്ചവടമായി, അതിൻ്റെ മുഴുവൻ പൈസയും കിട്ടി, അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി. പക്ഷേ വേറൊരു ആളവിടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്, അയാൾക്ക് ഒന്നും അറിയാത്തൊരാളായിരിക്കും വാങ്ങുന്നത് അല്ലേ. പക്ഷേ നമ്മളുടെ ഈ ഹൗസ് ഹീലിംഗ് ചെയ്തുകൊണ്ട് ആ വീടിന് ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അത് ഫുള്ളായിട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് അവിടെ എത്ര നാൾ നിൽക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ പവർ കുറയും, വീണ്ടും ആ എനർജി കയറി പിടിക്കും, നെഗറ്റീവായിട്ടുള്ള എനർജി. ഇതാണ് റിയാലിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ ഒരു കേസ് വേറെ ഒന്നും വന്നതിൻ്റെ അടുത്ത്, അതായത് ഇതേപോലെ വാങ്ങിയ വീട്ടിൽ താമസിച്ച ഒരാൾ, ഈ വീടല്ല, വേറൊരു പാർട്ടി, വേറൊരു വീട്ടിൽ, വലിയൊരു വീടാണ്, ആ വലിയ വീട്ടിൽ താമസിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മകൾക്ക് ഇതേപോലെ പെട്ടെന്ന് ഭയങ്കര ഡിപ്രഷൻ, മാനസികമായ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, അതേപോലെയുള്ള പല പ്രശ്നങ്ങൾ പല സമയങ്ങളിലും
വയലൻ്റായിട്ട് പെരുമാറുക, വയലൻ്റ് ആകുക, ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക, ചീത്ത വിളിക്കുക, ചാടിക്കടിക്കുക, ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന കൊച്ചാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെയാണ് വീണ്. കാരണം അവിടെ ഒരു സോളിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ആ സോളിൻ്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ടാണ് പഴയ ആൾക്കാർ അവിടെ നിന്ന് വിറ്റുപോയത്. കാരണം അത് അവർക്ക് മാറ്റാനുള്ള ഒരാളെ കിട്ടിയില്ല, അല്ലെങ്കിൽ അത് ശരിയാക്കാൻ പറ്റാത്തതുകൊണ്ട് വിറ്റുപോയതാണ്. എല്ലാം നമുക്ക് ശരിയാക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ സോൾ റിലീസ് ചെയ്യുന്ന ആളാണ്, പിടിക്കുന്ന ആളാണ്. പക്ഷേ എല്ലാ കേസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലത് നമ്മളെ കൊണ്ട് പറ്റാത്തതുണ്ട്, ചിലത് വന്നു പോകുന്ന ചില സാധനങ്ങളുണ്ട്. രാത്രി മാത്രം തന്നെ ആൾക്കാരുണ്ട്, നമുക്ക് അതിനെ പിടിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ വായിച്ച് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ദേവി ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ, ദേവിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. അതിന് സറണ്ടർ ആവണം. ദേവി വിടൂല, പിന്നെ ഒറ്റപ്പെടുത്താൻ പിടിച്ചാൽ പിന്നെ വിടൂല. പക്ഷേ അവിടെ ഇല്ലയെന്ന് വിചാരിക്കും, എവിടെ നിന്ന് വന്നിട്ട് പോകുന്നതെന്ന് വിചാരിക്കും, അത് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അത് എളുപ്പമല്ല, പിടിക്കാൻ പറ്റില്ലെന്നല്ല, ഈസി അല്ല അത്ര. കാരണം അത് വന്ന സമയം അപ്പോൾ രാത്രി 12 മണി കഴിയുമ്പോഴേക്കുള്ളൂ. 12 മണിക്കൊന്നും നമ്മൾ ഹീലിംഗ് ചെയ്യാറില്ല. അവിടെ നമ്മൾ വൈകുന്നേരം 6 മണി നമുക്ക് പരിപാടി സാധിക്കും. അപ്പോൾ ഇത് ശരീരത്തിൽ കയറി. അങ്ങനെ അതിൻ്റെ ഹീലിംഗ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്ത് ഏകദേശം 1 മണിക്കൂർ കൊടുത്ത് അതിനകത്ത് ബോഡിയിൽ നിന്ന് സാധനത്തിൽ ഇറക്കാനായിട്ട്. അപ്പോൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇനി അറിയണം. റിസൾട്ട് പോസിറ്റീവായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ വീടുകളൊക്കെ, പഴയ വീടുകളൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പുതിയ വീട് വെക്കുമ്പോഴായാൽ പോലും ആ വീടിൻ്റെ ഭൂമിക്ക് വല്ല ദോഷമുണ്ടോ, അവിടെ വീട് വെക്കാൻ അനുയോജ്യമാണെന്നുള്ളത് നിങ്ങൾ നല്ലൊരു വാസ്തുശാസ്ത്രജ്ഞനെ കൊണ്ടുവന്നിട്ട് നോക്കിച്ച് മനസ്സിലാക്കിയാൽ സുഖമായിട്ട് സന്തോഷമായിട്ട് അവിടെ വീട് കൊടുത്ത് താമസിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.